മറന്നു. വെച്ചു. ഏതാ അങ്ങനെയല്ല കൊണ്ടുവരണ്ടേ. ഞാൻ ചോറ് കൊണ്ട് തടയെ ചേട്ടൻ കൊണ്ടുപോകും. അങ്ങനെയാണ് കൊണ്ടുപോകണ്ടത്. നാളൊക്കെ ഞാൻ കറണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതൊരു 1.5 വൃത്തിയാക്കലായി പോയി. ഈ വെള്ളപ്പൊക്കെ ഓർമ്മ വന്നു. ഇത്ര നല്ലത് ഈ 12 മണിക്കൊന്നും ഇങ്ങനെ വരാൻ ശരിയല്ല. കുഴപ്പമില്ല. നമ്മൾ ഈ 12 മണി നേരത്ത് നീ കുളിക്കാൻ പോയതുകൊണ്ടല്ലേ. 12 മണിക്കല്ല, ഇതൊരു അരമണിക്കൂർ മുമ്പ് സംഭവിച്ചല്ലേ. ആക്ച്വലി എന്ത് സംഭവിച്ചെന്ന് വെച്ചാല് ഇന്ന് കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പം അത് കാരണം കുളിക്കാൻ കുറച്ച് ലേറ്റായി. അപ്പം ഇവർ ഉറങ്ങിയിട്ട് കുളിക്കാന്ന് വിചാരിച്ച് ഉറങ്ങിയെന്ന് പറഞ്ഞാലും കുറേ നേരം കഴിഞ്ഞിട്ട് സ്റ്റീവ് ഗ്രീസ് ഉറങ്ങി. അപ്പം ഞാൻ സ്വസ്ഥമായൊക്കെ ഒന്ന് കുളിക്കാം, കുറേ പണികളൊക്കെ ചെയ്തതല്ലേ, ചൂടുവെള്ളത്തിൽ കുളിക്കാം എന്നൊക്കെ വിചാരിച്ച് ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്ന് ഈ ബാത്റൂമിലാണെങ്കിൽ കുളിക്കാറില്ല. ഞങ്ങൾ കുളിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറില്ല ഈ ബാത്റൂം. അങ്ങനെ രാത്രിയല്ലേ വേറെ ബാത്റൂമിൽ നിന്നും പോകണമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. വന്ന് ഡ്രസ്സൊക്കെ മാറി ജസ്റ്റ് പൈപ്പം ഒന്ന് ടച്ച് ചെയ്തുള്ളൂ. ഓൺ ദ സ്പോട്ടിൽ പൈപ്പിൻ്റെ അവിടെ നിന്ന് പൈപ്പ് പൊട്ടി വീണു. ഇവിടെ ആകെ പൈപ്പ് തെറിച്ചു വേണം ഇതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വെള്ളം വരുന്നു. ഇവിടെ കുറെ ഹോളുകളുണ്ട്, അതിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. വെള്ളം വന്നു മൊത്തത്തിലൊരിത്. അപ്പൊ വേഗം ജോയിന്റ് ഒട്ടിച്ചേക്കുന്നത് ഊരി പോകുന്നതാ. അതോ ഞാൻ ജസ്റ്റ് ഈ ടച്ച് ചെയ്തോളൂ ചേട്ടാ. അപ്പൊ പിള്ളേര് മാത്രമുള്ളപ്പോ സംഭവിച്ചായിരുന്നെങ്കിലോ. ശരിക്കും എനിക്ക് നമ്മളിവിടെ പൊത്തി പിടിച്ചില്ലേ, വെള്ളം പുറത്തേക്ക് വരാണ്ട്. അപ്പൊ ഈ ടൈലിന്റെ ഗ്യാപ്പ് ഉണ്ടാ, ഈ ഗ്യാപ്പിൽ കൂടെ വെള്ളം എല്ലായിടത്തേക്കും പോയിട്ടോ. മേബി ആയിരിക്കാം. അപ്പൊ എന്തായാലും ഒരു അങ്ങനൊരു സംഭവം നടന്നു. എന്തൊരു ചെയ്യണ്ടേ പെട്ടെന്ന്. പക്ഷെ വെപ്രാളത്തിൽ ഇവര് ചെയ്യണ്ടേന്നൊരു പോയി അടച്ചു. അടച്ചിട്ട് വെള്ളം നിക്കണല്ലേ, അപ്പോഴാണ് ടെൻഷൻ കൂടി. എനിക്ക് ഞാൻ എന്ത് ചെയ്യും. സന്നയാണെങ്കിൽ വിളിച്ചിട്ട് കേക്കണില്ല. അങ്ങനെയല്ല, ഞാനിത് കൊറേ നേരമല്ലോ ഒരു തുണിയും വെച്ച് തിരുമ്പി കൂട്ടിയൊന്നും ഞാൻ കൊറേ നേരം ഇരിക്കണേ. ഒരാള് ഞാനതിന്റെ പുറത്തേക്ക് നോക്കിയപ്പോ സ്റ്റീവ് ആണെങ്കിൽ താഴത്തെ ബെഡില് കിടന്നായിരുന്നെ, ഗ്രേസ് മുകളിലത്തെ ബെഡില് കിടന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോ റൂമിലേക്കൊക്കെ വെള്ളം പോയിക്കൊണ്ടിരിക്കുക. 2 ടാങ്കിലത്തെ വെള്ളം ഫുൾ വീടിന്റെ ഉള്ളിലായി. അപ്പൊ പിന്നെ കൊച്ചു കിടക്കുന്ന സ്ഥലത്ത് ബെഡ് നനയുമല്ലോ, എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇത്. അത് കഴിഞ്ഞ് തന്നെ ഇടം വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് ചിലപ്പോ ഷോക്ക് അടിക്കുന്നു. മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തു. അത് പ്രാഞ്ചിച്ചാറിനെ വിളിച്ചു. നമ്മുടെ പ്രാഞ്ചിച്ചാറിനോട് ചോദിക്കാനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രാഞ്ചിച്ചാറിനെ വിളിച്ചു. അപ്പൊ തന്നെ ചോദിച്ചു. പ്രാഞ്ചിനെ പറഞ്ഞു ഷോക്കൊന്നും അടിക്കാൻ വഴിയില്ല, കാരണം അടിയിലൊന്നും പ്ലഗ് പോയിന്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ആ കൂടി ടിവിയുടെ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടേക്കൊന്നും വെള്ളം പോയിട്ടില്ല. ഓണാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പൊ ഓണാക്കിയതാ, അല്ലെങ്കിൽ ഇപ്പോഴും അന്ധകാരത്തിലായിരുന്നു. എന്തായാലും വെള്ളം ഫുൾ തീർന്നിട്ടുണ്ട്. ഇപ്പൊ നാളെ തീർത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എപ്പോ കിടക്കുന്ന അറിയില്ല.
കൊണ്ടുപോയിട്ടേ ഞാൻ ചൂലോണ്ട് സൈഡിൽ നിന്ന് അടിക്കാട്ടോ. ഞാൻ പറഞ്ഞു ഈ വണ്ടി ഞാൻ സാധനങ്ങളൊക്കെ മാറ്റാം. ആ ടേബിൾ വഴി സുഖമായിട്ട് വലിച്ചോണ്ട് പോകും. എന്തായാലും വീട് മൊത്തം ശുദ്ധീകരണം ചെയ്ത പോലെ ക്ലീൻ ആയില്ലേ. അളിയനും പെങ്ങളൊക്കെ വനക്കാകുമ്പോ വീടൊന്ന് ശുദ്ധീകരിച്ചു. പക്ഷെ അമ്മയുടെ റൂമിലും ഉണ്ടേ. ആദ്യം നമുക്ക് സൈഡിൽ നിന്ന് അമ്മയൊക്കെ ഉറങ്ങല്ല, അമ്മ അങ്ങോട്ട് പോലും. അപ്പൊ അങ്ങനെ ഇന്നലത്തെ ചെറിയൊരു വെള്ളപ്പൊക്കം ഇന്ന് വെളുപ്പിനോടുകൂടി ഞങ്ങൾ ക്ലീൻ ചെയ്ത് വെള്ളം വറ്റിച്ചു. പ്രാഞ്ചി ചേട്ടൻ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പൈപ്പിൻ്റെതൊക്കെ ശരിയാക്കാൻ. അപ്പോൾ ആളും പറഞ്ഞത് തന്നെയാണ് ടൈലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി പോയിട്ട് ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നതാണ്. കാരണം അവിടെ സൈഡിലൊക്കെ ഡോറിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വെള്ളം വരായിരുന്നു. അപ്പോൾ എന്തിട്ടായാലും വീണ്ടും ഫുൾ ക്ലീനാക്കി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് വെള്ളം ഇത്രേശ, അതൊക്കെ ഇനി പതുക്കനെ ചെയ്യാൻ നിൽക്കണം. ഇപ്പോഴാണ് വെള്ളം വന്നു തുടങ്ങിയത്. കാരണം ഓപ്പൺ ചെയ്യാൻ ഒരു മാർഗം ഉണ്ടായില്ല. അതെ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലേറ്റായി പോയി. കാരണം പറഞ്ഞല്ലോ നമുക്ക് ഇന്നലെ 1 മണിക്കൂറാ കൂടി ഉറങ്ങിയിട്ടുള്ളൂ. അപ്പം എന്നിട്ടായാലും ആകെ ഒരു തലയ്ക്കൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോഴേ വെള്ളം ഒന്നും ചെയ്യാൻ പറ്റില്ല. അകത്തേക്ക് വെള്ളം പിന്നെ വാൽവ് അടച്ചിട്ട് വെള്ളം നിൽക്കണില്ല എന്ന് കണ്ടപ്പോഴാണ് ആകെ ടെൻഷനായത്. പിന്നെ വീടിൻ്റെ മുകളിലേക്ക് ഏറ്റവും ടോപ്പ് മുകളിൽ വാർക്കയുടെ മുകളിൽ പോയി ടാങ്കിൻ്റെ അവിടെ നോക്കുമ്പോൾ അവിടെയും വാൽവ് ഒന്നുമില്ല അടിയിലേക്ക് പോകണടുത്ത്. അപ്പോൾ അവിടെ പിന്നെ ചെയ്യാൻ പറ്റുന്ന ടാങ്കിൽ നിന്ന് താഴത്തേക്ക് കൂടെ വെള്ളത്തിൻ്റെ പൈപ്പ് ഊരി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ ഞാൻ ഊരി അവിടെ വെള്ളം കളഞ്ഞാൻ ശ്രമിച്ചു. അങ്ങനെ ഓരോന്നൊക്കെ ആ നേരത്തെ ഭയങ്കര തലയ്ക്കെന്താ പോലെ ആയി പോയി പെട്ടെന്ന്. പിന്നെ ഇവിടെ ശരിക്കും വെള്ളം നിൽക്കാൻ വാൽവ് അടച്ചപ്പോൾ വെള്ളം നിന്നിരുന്നു. പക്ഷേ ഈ ടൈലിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കുത്തിയാണ്ട് ഉള്ളിലേക്ക് സൈഡിലൊക്കെ ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നു. പഴയ ടൈലായിരുന്നല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയ വെള്ളമാണ് പിന്നെ വന്നുകൊണ്ടിരുന്നിരുന്നത്. ആക്ച്വലി അതായിരുന്നു. പക്ഷെ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആയി പോയി എന്താ പറ്റിയെന്ന്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്തോളൂട്ടാ. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണിത്. വേറെ ഒന്നുമല്ല, വാൽവ് അടച്ചിട്ട് വെള്ളം നിൽക്കാണ്ടായപ്പോഴാണ് ആകെ ഒരു ഇതായി പോയി. അപ്പം എന്തായാലും നമ്മൾ എന്തിനും നേടാൻ റെഡി ആയിട്ടിരിക്കണമെന്ന് ഇപ്പം മനസ്സിലായി. അല്ല മേഡോ, അല്ലേന്ന് ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾക്ക് ഐഡിയ കിട്ടി. ശരിക്കും ഒന്നും ചെയ്യാനല്ലേ, വെള്ളം പോകുമ്പോഴത്തേക്ക് യെസ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. അപ്പോൾ എന്തായാലും വേറെ വീഡിയോ കൂടെ വരാം കേട്ടോ. ബൈ ബൈ.